السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحابه الطاهرين. أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദ്മാർ, മറ്റു പ്രിയം നിറഞ്ഞ നാട്ടുകാർ, ഈ കാലഘട്ടത്തിൽ പാടെ മാനിക്കൊണ്ടിരിക്കുന്ന മാനവികത എന്നൊരു വിഷയം ഇവിടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. എന്നിരുന്നാൽ 6 നൂറ്റാണ്ടുകൾക്കപ്പുറത്തെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനവികതയുടെ നേതാവായിരുന്നു. അതേക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ലോകത്തെ മറ്റേത് മതങ്ങളും പ്രത്യശാസ്ത്രങ്ങളെക്കാളും മാനവികതയിലേക്ക് മനുഷ്യരെ മാർഗദർശനം നടത്തിയതും അതിലുപരി അതിന് പ്രാമുഖ്യം നൽകിയതുമായ മതം ഇസ്ലാമാണെന്ന വസ്തുതയിലേക്കാണ് നാം എവരും ചെന്നെത്തുക. ഇസ്ലാമിനോളം മാനവിക മൂല്യങ്ങൾക്കും മാനുഷിക ബന്ധങ്ങൾക്കും ഊന്നൽ നൽകിയ മറ്റൊരു മതത്തെയും നമുക്കിവിടെ കാണാനാവില്ല. സഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സമാധാനത്തിന്റെയും വർണ്ണവിവേചനമില്ലായ്മയുടെയും സമത്വ സുന്ദര മന്ദന്മാരുതനായിട്ടാണ് ഇസ്ലാം ലോകത്തേക്ക് കടന്നു വന്നത്, അതും ജാഹിലിയകാല സമൂഹത്തിന്റെ ഇടയിലേക്ക്. പക്ഷേ മറ്റൊരു മതത്തിനും സാധിച്ചെടുക്കാൻ കഴിയാത്ത വിധം മാനവികതയുടെ മൗനമന്ത്രമോദി ഒരേ വിശ്വാസത്തിൽ ഒരേ ലക്ഷ്യത്തിൽ അണിനിരത്താൻ സാധിച്ചു എന്നതാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയത്. സകല മേഖലകളിലും ഇസ്ലാമും പ്രവാചകനും കാണിച്ചു തന്ന മാനവികതയുടെ മഹിത മാതൃകകൾ എന്നും ഓർക്കാനും പഠിക്കാനും അവസരമൊരുക്കുന്നതാണ്. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇടയിൽ ഒരു ഏറ്റവ്യത്യാസം ഉണ്ടായിരുന്നില്ല. കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു തിരിച്ചറിയായ്മയും ഉണ്ടായിരുന്നില്ല. വർണ്ണവിവേചനങ്ങൾക്കും ദേശഭാഷ വകതിരിവുകൾക്കും പരിശുദ്ധ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അതേ നമുക്കറിയാം, എത്യോപ്യക്കാരനായ കറുകറുത്ത നിഗ്രോ അടിമ ബിലാൽ ഇബ്നു റബാഹിയെയും റുമാൻ പഴത്തെ പോലെ ചുവന്നു തൊടുത്ത പേർഷ്യക്കാരനായ സൽമാൻ ഇബ്നു ഫാരിസിനെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിപ്പിച്ചത് വിശുദ്ധ ഇസ്ലാമാണ്. അതുപോലെ തന്നെ കറുത്ത വർഗക്കാരൻ ഇബ്നു സൗദ കറുമ്പിയുടെ മകനെ എന്ന് വിളിച്ച സോസിഷനെ താങ്കൾ അല്പം ജാഹിലിയത്തുള്ള ആളാണെന്ന് പരുക്കൻ ഭാഷയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാസിക്കുകയുണ്ടായി. ഈ ശിക്ഷണമാണ് സ്വഹാബികളെ കാഫിറുകളുടെ നേതൃത്വമായി മനസ്സും കൂടാതെ അംഗീകരിക്കാൻ പ്രാപ്തരാക്കിയത്. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു സ്വഹാബാക്കളുടെ നേതാവായിരുന്നു. മക്ക വിജയാനന്തര നാളിൽ കഅബയുടെ മുകളിൽ കയറി തൗഹീദിന്റെ വിളംബരം ചെയ്യുന്ന ബാങ്ക് നിയോഗിക്കാൻ നിയുക്തനായത് കറുത്ത വർഗക്കാരനായ ബിലാൽ റളിയല്ലാഹു അൻഹു ആണ്. ഇതുപോലെ തന്നെ എത്രയെത്ര ഉദാഹരണങ്ങൾ. മുഖൂഖിസ് ചക്രവർത്തിയായ സാബിത്ത് റളിയല്ലാഹു അൻഹു കറുത്ത വർഗക്കാരനായിരുന്നു. ഇവിടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. നിങ്ങളുടെ നേതാവ് മുന്തിരിപ്പഴം പോലെ കണ്ണുള്ളവനാണെങ്കിലും അവനെ അംഗീകരിക്കുക എന്നതാണ് അവിടുത്തെ അധ്യാപനം. അവിടെ വീണ്ടും പറയുന്നു, മനുഷ്യരെല്ലാം സമന്മാരാണ്. മനുഷ്യരും മനുഷ്യനുടെയിലുള്ള അതിർവരമ്പില്ലാത്ത ആദർശനിഷ്ഠമായ ജീവിത സിദ്ധാന്തമാണ് ഇസ്ലാമിന്റേത്. തോളോട് തോൾ ചേർന്ന് ഒരേ ദൈവത്തെ ആരാധിക്കുകയും ഒരേ വായു ശ്വസിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലെ വ്യത്യസ്ത അവയവങ്ങളാകുന്ന ഓരോരുത്തരും അവർ വന്നത് ഓരോ മാതാവിന്റെ ഉദരത്തിൽ നിന്നും ഓരോ പിതാവിന്റെ മുതുകിൽ നിന്നുമാണെന്ന് വിശുദ്ധ ഖുർആൻ ഈ സിദ്ധാന്തത്തിൽ അടിവരയിടുന്നു. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. ജനങ്ങളെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വർഗങ്ങളുമാക്കിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. നിശ്ചയം നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ അത് ഭക്തിയുള്ളവരാണ്. ഹൃദയത്തിൽ മതത്തെ കുടിയിരുത്തുന്നവർ വാസ്തവത്തിൽ അവിടെ കാരുണ്യത്തെയാണ് കുടിയിരുത്തുന്നത്. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തിലുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന് പറഞ്ഞ പ്രവാചകന്റെ പ്രഖ്യാപനം ഇവിടെ പ്രസ്താവ്യമാണ്. അതുപോലെ തന്നെ ഒരു ജൂതന്റെ ശവമഞ്ചും കൊണ്ടുള്ള വിലാപയാത്ര കണ്ടെഴുന്നേറ്റ പുണ്യ റസൂലിനോട് അനുചരന്മാര് ചോദിക്കുകയാണ്, ഓ നബിയെ, അതൊരു ജൂതന്റെ ശവമല്ലേ? മനുഷ്യത്വത്തിന്റെ വിളംബര നായകൻ രോക്ഷത്തോടെ പ്രതികരിച്ചത് അതൊരു മനുഷ്യ ആത്മാവല്ലേ എന്നായിരുന്നു. അതുപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങൾ. നീരാലംബരും നിസ്സഹാരരുമായി നോക്കി നിൽക്കുന്ന ശത്രു സമൂഹത്തോട് എന്ന് പറഞ്ഞു, പോകൂ, നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണെന്ന് മൊഴിഞ്ഞ മഹാമനസ്കത ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്.
ഈ കാലഘട്ടത്തിലും അന്നത്തെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാനവികതയെ നമുക്ക് അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ഈ ദുആ വസിയത്തോടു കൂടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി